പക്ഷേ ഈ നയരേഖയുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ ഉള്ളൊരു കാഴ്ചപ്പാട് എങ്ങനെയാണ് വസിക്കുന്നത്? അത് ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചതിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ നമുക്കറിയാം. ഇപ്പോൾ ഇന്ത്യ ടുഡേയുടെ ഒരു സർവേ വന്നിരുന്നല്ലോ. അതിൽ നമ്മുടെ രാജ്യത്ത് ഹാപ്പിനെസ് ഇൻഡെക്സിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്നത് നമ്മുടെ സംസ്ഥാനമാണ്. അങ്ങനെ അത്രയും സൂക്ഷ്മമായി മനുഷ്യരുടെ ജീവിത പ്രശ്നങ്ങളോട് നേരിട്ടിടപെടുന്ന, ആ പ്രശ്നങ്ങളിൽ പരിഹാരം കാണുന്ന, സന്തോഷത്തോടു കൂടി ജീവിക്കാൻ പറ്റുന്ന ഒരിടമാക്കി നമ്മുടെ നാടിനെ മാറ്റുക. അതോടൊപ്പം ദാരിദ്ര്യമില്ലാത്ത ഇന്ത്യയിലെ ഏക സംസ്ഥാനം. എല്ലാ ഭാഗവും വളരെ കൃത്യമായി നമ്മുടെ ഗവൺമെൻറ് തൊട്ടുപോവുകയാണ്. വളരെ ദീർഘവീക്ഷണത്തോടു കൂടി ഇടപെടുകയാണ് എല്ലാ മേഖലയിലും. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ എല്ലാ സൂചകങ്ങളിലും 1-ാം റാങ്കിൽ നിൽക്കുന്ന സംസ്ഥാനം നമ്മുടെ കേരളം. അതാണ് ഇപ്പോൾ നേരത്തെ വിജിൻ അതുപോലെ സനോജൊക്കെ സൂചിപ്പിച്ചത്. നമ്മളിനി ലോകത്തോട് മത്സരിക്കാൻ പോവുകയാണ്. ലോകത്ത് ജീവിത നിലവാരം രാജ്യങ്ങളോട് സമാനമായ രീതിയിലേക്ക് പോവുകയാണ്. ഇപ്പോൾ ഹാപ്പിനെസ് ഇൻഡെക്സ് ആണെങ്കിൽ ഇന്ത്യയുടെ സ്ഥാനം 126 മറ്റോ ആണ്. അങ്ങനെ നമ്മുടെ രാജ്യം പുറകിൽ നിൽക്കുന്നിടത്ത് നമ്മുടെ സംസ്ഥാനം നിൽക്കുകയാണ്. അപ്പോൾ ഇനി കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ട് നമ്മൾ നേരത്തെ വെച്ചൊരു മുദ്രാവാക്യമുണ്ട്, ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിലേക്ക് നമ്മുടെ പൊതുവിദ്യാലയങ്ങളെ ലോകോത്തര നിലവാരത്തിലേക്ക് എത്തിക്കുക എന്നുള്ള നിലക്ക്. അങ്ങനെ ലോകത്തോട് മത്സരിക്കാൻ പ്രാപ്തിയുള്ള ഇടമായി നമ്മുടെ കേരളത്തെ മാറ്റാനുള്ള സമഗ്രമായ ഇടപെടലാണ് നടത്തുന്നത്. അതിൻ്റെ ഏറ്റവും പ്രകടമായ ഉദാഹരണമാണ് ഈ പൊതു ഇടങ്ങളെ വീണ്ടെടുത്ത് ജനങ്ങൾക്ക് ഏറ്റവും സജീവമായി നൽകുന്ന ഇത്തരം ഇടപെടലുകൾ. അതിനെ തീർച്ചയായിട്ടും ഞങ്ങൾ അംഗീകരിക്കണം.